Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. വെൽക്കം ബാക്ക് ടു TOB. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഇന്ന് ഈ പഠന പരമ്പരയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ഈ ക്ലാസ് റൂമിനെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നതായ വിഷയം എന്താണ് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ നപ്ഷ്യൽ മീനിങ് ഓഫ് ദ ബോഡി. ഇത് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എക്സ്പ്രസ് ചെയ്തത്, അത് പൂർത്തിയാക്കിയത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. സ്നേഹിക്കുവാനുള്ള കഴിവ് അമ്മ നമുക്ക് കാണിച്ചു തന്നു. ഈ അമ്മ നമ്മളോടൊപ്പം ഈ ക്ലാസ് റൂമിലുണ്ട്. അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 5 വർഷക്കാലം പൊതുദർശന വേളയിൽ നടത്തിയ പ്രബോധനങ്ങളുടെ സമാഹാരമാണ് ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി ഓഫ് ദ ബോഡി. നമ്മളെ ചുരുക്കത്തിൽ TOB എന്ന് പറയും. ഇവിടെ നമ്മൾ ഇന്നത്തെ വിഷയമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിനോട് ചോദിക്കട്ടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ടേം സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി? ഇല്ല, കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആശയം പറയാൻ പറ്റുമോ? എന്തായിരിക്കണം? ഇതിനൊരു വേറൊരു വാക്കും കൂടെയുണ്ട്, നപ്ഷ്യൽ മീനിങ് ഓഫ് ദ ബോഡി. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം കേട്ടു, നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം നമ്മളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക പവറുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശദമായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? നപ്ഷ്യൽ മീനിങ് ഓഫ് ദ ബോഡി, സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ ആർക്കെങ്കിലും നോക്കട്ടെ, ആർക്കാ അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളതെന്ന്? എന്താണ്? ട്രൈ ചെയ്തോ? സാരമില്ല, ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ, പറഞ്ഞോ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ദൈവം നമ്മളെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ യൂണിയന്റെ ഒരു മുന്നാസ്വാദനം ഇവിടെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു കാര്യം നമ്മൾ എങ്ങനെ നിർവഹിക്കണം, എൻ്റെ ബോഡി കൊണ്ട് ഞാൻ എങ്ങനെ ആ ഒരു ഡിസയർ അല്ലെങ്കിൽ ആ ഒരു യൂണിയനിലേക്ക് വേണ്ടി എൻ്റെ ബോഡി ഇവിടെ ഞാനത് പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു. ഓക്കെ, എനിക്ക് തോന്നുന്നു അലീന അതിൽ പറഞ്ഞതിൽ കുറേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാനത് ചുരുക്കി അങ്ങ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി, സ്നേഹിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ്, ദ കപ്പാസിറ്റി ഓഫ് ദ ബോഡി ടു ലവ്. ഈ ഒരു കഴിവാണ് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എന്ന് നമ്മൾ മോറൽ തിയോളജിയിലും മറ്റ് തിയോളജിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താ ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എന്താണ് ഒന്ന് പറഞ്ഞേ. സ്നേഹിക്കാനുള്ള നമ്മുടെ കഴിവ്, ശരീരത്തിൻ്റെ കഴിവ്, ദ കപ്പാസിറ്റി ഓഫ് ദ ബോഡി ടു എക്സ്പ്രസ് ലവ്. പ്രിയ പ്രേക്ഷകർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം.
അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഈ കഴിവാണ് ജീവിത പങ്കാളി എന്ന നിലയിൽ മനുഷ്യ ശരീരം പ്രകടിപ്പിക്കുന്നതെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ സാരം. മനുഷ്യൻ സ്വയം സമ്മാനമായി തീരുന്ന സ്നേഹമാണത്. നമ്മൾ ഈ എപ്പിസോഡുകളിലൊക്കെ കാണുന്ന ഒരു മെയിൻ തീമാണ് ടു ബി എ സെൽഫ് ഗിവിങ് ഗിഫ്റ്റ്. സ്വയം ദാനമായി തീരുവാനുള്ള ശരീരത്തിൻ്റെ കഴിവ്. അതാണ് ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി. അപ്പോൾ ഈ സമ്മാനത്തിലൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അർത്ഥം നമുക്ക് ആഴമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഈ സ്നേഹിക്കുവാനുള്ള ഈ കപ്പാസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ മനുഷ്യ ജീവിതം അർത്ഥമുള്ളതായി മാറും. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കണ്ടു ശരിയായിട്ടുള്ള സന്തോഷം, അല്ലെങ്കിൽ വാട്ട് ഈസ് ട്രൂ ഹാപ്പിനെസ്. ഈ സെൽഫ് ഗിവിങ് ലവിൻ്റെ ആ ഒരു എക്സ്പ്രഷനിലാണ് മനുഷ്യന് ഈ സംതൃപ്തി, സന്തോഷം കൊണ്ട് അവൻ നിറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ കാര്യം. ഇപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. ഇനി ആര് നിങ്ങളോട് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എന്താണെന്ന് ചോദിച്ചാലും പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. വളരെ സിമ്പിളായിട്ട് വിഷ്വലിലേക്ക് വീണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യത്വത്തിൽ ഇത് മുദ്രിതമായിട്ടുണ്ട്. ഇറ്റ് ഈസ് സ്റ്റാമ്പ്ഡ് ഇൻ അവർ ബോഡി. അപ്പോൾ ഇതിനോട് നമുക്ക് നീതി പുലർത്തേണ്ട, അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തത പുലർത്തേണ്ട ഒരാവശ്യം മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇവിടെ പരസ്പരം ദാനമായി വിളിക്കപ്പെട്ടവരാണ് പങ്കാളി എന്ന നിലയിലുള്ള ശരീരത്തിൻ്റെ അർത്ഥം വെളിപ്പെടുന്നു. അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി സ്വയം സമ്മാനമായി ദാനമായി നൽകുവാനുള്ള നമ്മുടെ വിളിയാണ് നമ്മുടെ ബേസിക് വൊക്കേഷൻ. അപ്പം നമ്മളെ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയാകാൻ, അല്ലെ പുരുഷനാകാൻ, അല്ലെ പുരുഷ ശരീരത്തിന് സ്ത്രീയുടെ ശരീരത്തിന് ഈ ഒരു വലിയ കഴിവ് ദൈവം കൊടുത്തു. ദ കപ്പാസിറ്റി ടു എക്സ്പ്രസ് ലവ്. അത് നമ്മുടെ ബേസിക് വിളിയാണ്. മനസ്സിലായോ? അത് നമ്മുടെ ഇറ്റ് ഈസ് എ ബേസിക് വൊക്കേഷൻ ഫോർ എവറി ഹ്യൂമൻ ബീയിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ദിസ് കപ്പാസിറ്റി ടു എക്സ്പ്രസ് ലവ്. അത് വിവാഹത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നവരുണ്ട്, മറ്റ് തരത്തിലെല്ലാം അത് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. എന്തെങ്കിലും അതിനെക്കുറിച്ച് സംശയമുണ്ടോ? സർ, വിവാഹത്തിലൂടെ അല്ലാതെ ആർക്കെങ്കിലും ഇത് സാധിക്കുമോ? തീർച്ചയായിട്ടും. ലോകത്തിലുള്ള എല്ലാവരുടെയും ബേസിക് വൊക്കേഷൻ വിവാഹത്തിലേക്കുള്ളതാണെങ്കിലും, കാരണം നമ്മളെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ച് ദൈവം ആദ്യ വിവാഹം ലോകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരെ ബ്ലെസ് ചെയ്ത് ലോകത്തിൻ്റെ കൺട്രോൾ മുഴുവനും അവരുടെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് ടേക്ക് കൺട്രോൾ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ വിവാഹത്തിലൂടെ അല്ലാതെയും ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എക്സ്പ്രസ് ചെയ്യാൻ എത്രയോ ആളുകളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, വൈദികര്, സന്യസ്തര്, ബ്രഹ്മചര്യം എടുത്തിട്ടുള്ളവർ, വിവാഹം കഴിക്കാത്ത സിംഗിൾസ്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിലും ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എക്സ്പ്രസ് ചെയ്യുന്നു. സർ, അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ തൊട്ട് ഇപ്പോൾ കാണാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വിവാഹത്തിലൂടെ ഇത് എക്സ്പ്രസ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? അത് ക്ലിയർ അല്ലേ? അവർ സ്വയം ദാനമായി പരസ്പരം ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ച് അവർ അങ്ങനെ ആയിത്തീരുമ്പോഴാണ് ശരിക്കും അവർ ആ സ്നേഹത്തിലെ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തി, പ്രത്യേകിച്ച് സെലിബ്രേറ്റ്സ്, അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? അപ്പം വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പഴയ പല എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, 2 തരം വിവാഹത്തെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. 2 തരം വിവാഹം. ഈ ലോകത്തിലെ വിവാഹവും വരാനിരിക്കുന്ന ലോകത്തിലെ ഒരു വിവാഹവും. അപ്പോൾ ഈ ലോകത്തിലെ വിവാഹം എന്താണ്? അത് വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞത്. അപ്പോഴേ എർത്ത്ലി മാരേജ്, ഈ എർത്ത്ലി മാരേജ് ഹെവൻലി മാരേജിന് വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടുപലകയാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ.
ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാരേജ്? എല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്നുള്ളതല്ല. ഏറ്റവും അൾട്ടിമേറ്റ് മാരേജ് ഏതാണ്? ഏറ്റവും ഫൈനൽ ആൻഡ് പെർമനൻറ്റ് മാരേജ് ഏതാണ്? സ്വർഗത്തിലുള്ളത് സ്വർഗീയ വിവാഹം. ഓക്കെ, അപ്പോൾ സ്വർഗീയ വിവാഹത്തിന് വേണ്ടി നമ്മൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോയുടെ അടുത്ത് പരീശന്മാർ വന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തെക്കുറിച്ച്, ഡൈവോഴ്സിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ ഈശോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടാണല്ലോ, വിവാഹം കഴിക്കാൻ വലിയ പ്രയാസമാണല്ലോ. അപ്പം മോശയുടെ നിയമത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈശോ അവിടെ സംസാരിച്ചപ്പോൾ അപ്പോൾ ഈശോ പറഞ്ഞു, പ്രത്യേക വരൻ ലഭിച്ചിട്ടുള്ളവർക്കല്ലാതെ ഇതാർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഈ സെലിബ്രേറ്റ്സ് എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ലഭിച്ചിട്ട് ഈ ലോകത്തിലെ ഈ എർത്ത്ലി മാരേജ് അവർ സ്വർഗീയ മാരേജിനു വേണ്ടി അവർ മാറ്റിവെക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക കൃപ വേണം, അതിന് പ്രത്യേക ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് അവർ ചെയ്യുന്നതാണ്. അത് അവരുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്റ്റെപ്പ് അവർക്ക് സ്കിപ്പ് ചെയ്യാനുള്ള കൃപ ദൈവം കൊടുക്കുന്നു. ഏത് സ്റ്റെപ്പാണ് അത്? എർത്ത്ലി മാരേജ്. ഇത് ക്ലിയർ ആയോ? അപ്പം ദേ ആർ ഡയറക്ട്ലി പ്രിപ്പയറിങ് ഫോർ ദ ഹെവൻലി മാരേജ്. അപ്പോൾ ഇനിയും അതിനകത്തിലൊരു ചെറിയ സംശയം നിങ്ങൾക്ക് കിടക്കും. ഇതൊക്കെ പറഞ്ഞാൽ ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ വേർഡ് പിന്നെ എങ്ങനെയാണ് ഇവർ എക്സ്പ്രസ് ചെയ്യുന്നത്? വീണ്ടും അതിലേക്ക് ഞാൻ വരിക. അപ്പോൾ അവിടെ ഇങ്ങനെയാണ്, ഇവർ സ്വയം ദാനമായി അവരായിരിക്കുന്ന ഒരുപക്ഷേ കോൺഗ്രിഗേഷനിലാകാം, സമൂഹത്തിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മിനിസ്ട്രിയിലാകാം, അവർ സ്വയം ദാനമായി തങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദേ ആർ എക്സ്പ്രസിങ് ദ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി. അവർ സഭയുമായിട്ടുള്ള ഐക്യം, അവിടെ വളരുകയാണ്. നമ്മൾ പറഞ്ഞു സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി, ദ കപ്പാസിറ്റി ടു ബി എ സെൽഫ് ഗിവിങ് ഗിഫ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് അവർ സെൽഫ് ഗിവിങ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എക്സ്പ്രസ് ചെയ്യുന്നത്. അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പൂർണ്ണമായി സമ്പൂർണ്ണമായി മറ്റുള്ളവർക്ക്, ഒരുപക്ഷെ സമൂഹത്തിനാകാം, വ്യക്തികൾക്കാകാം, മറ്റുള്ള സംഘടനകൾക്കാകാം, അവർ ജോലി ചെയ്യുന്ന ഡയസിസിനാകാം, അവരെ തന്നെ സമർപ്പിക്കുമ്പോൾ ദേ ആർ എക്സ്പ്രസിങ് ദ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി. അത് ക്ലിയർ ആയോ? വളരെ ക്ലിയർ ആണോ? അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൊക്കെ സിലബസിനെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ ഇത് കൂടുതൽ ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ സ്നേഹിക്കാനുള്ള ആ കഴിവ്, അതാണ് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി. വിഷ്വലിലേക്ക് നമുക്ക് നോക്കാം. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? നമ്മുടെ പ്രഥമ വിളി ഒന്ന് തന്നെയാണ്. എല്ലാ മനുഷ്യരും, ആണും പെണ്ണുമായി ലോകത്തിലേക്ക് വന്ന എല്ലാ മനുഷ്യരുടെയും പ്രഥമ വിളി, ദ പ്രൈമറി വൊക്കേഷൻ എന്ന് പറയുന്നത് സ്വയം ദാനമാകുവാനുള്ള, സ്വയം മറ്റുള്ളവർക്ക് തന്നെ കൊടുക്കുവാനുള്ള ആ വലിയ വിളിയാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വിവാഹ ജീവിതത്തിലൂടെയും മറ്റുള്ള ജീവിത അവസ്ഥകളിലൂടെയും നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി അവിടെ ശരിയായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നു, വിഷ്വൽ നിങ്ങൾ നോക്കേ, ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാനാണ് നാം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഏത് ജീവിതാന്തസ്സിലുള്ളവരാണെങ്കിലും ദൈവം സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവം സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളവിടെ കാണുന്നത്? എന്താണ് ദൈവം സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ? നമ്മൾ അവിടെ വിഷ്വലിൽ കണ്ടു, എന്താണ് അവിടെ? സ്വയം ദാനമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും പിടിച്ചു വെക്കാതെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കണം. അതാണ് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് സെൽഫ് എംപ്റ്റിയിങ് ലവ്. ഈ സ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ ആ ബ്രാൻഡ് എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് വിഷ്വൽ കാണാം, സ്വയം ദാനമാകുന്ന സ്നേഹത്തിൻ്റെ ഐക്യവും കൂട്ടായ്മയുമാണ് ദൈവം. അപ്പം ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? സ്വയം ദാനമായി തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം ഈസ് എ യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ ഓഫ് എ സെൽഫ് ഗിവിംഗ് ഗിഫ്റ്റ്. ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള ദൈവസ്നേഹത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വീണ്ടും വിഷുവിലേക്ക് നോക്കാം. അതായത് 3 വ്യക്തികൾ നിത്യമായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സ്നേഹ കൂട്ടായ്മയായി ദൈവത്തെ പോലാകുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 3 വ്യക്തികൾ എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവത്തിലുള്ള 3 വ്യക്തികൾ അവരുടെ സ്നേഹത്തിൻ്റെ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ആ ലവിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ലോകത്തിലെല്ലാ മനുഷ്യരും മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ദാനമാണ്, സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി. നമ്മൾ പാപം ചെയ്ത്, ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന് വരികിലും അവന് പലതും നഷ്ടപ്പെട്ടു, അവൻ്റെ ഒറിജിനൽ ഇന്നസെൻസ് നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി അതിന് യാതൊരു മാറ്റവും വരാതെ ദൈവം അവരുടെ ശരീരത്തിൽ സീല് ചെയ്തു. പാപത്തിന് ശേഷവും അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ അത് മനസ്സിലാക്കുന്നില്ല, അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി. നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. എന്താണ് അവിടെ വായിക്കുന്നത്? മനുഷ്യ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണിത്. അപ്പോൾ ഇതില്ലാതെ ഒരു മനുഷ്യരും ഈ ലോകത്തിലേക്ക് കടന്നു വരും. മനുഷ്യ ശരീരമുള്ള എല്ലാവരുടെയും ശരീരത്തിൽ ഇത് മുദ്രണം ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിയറായോ? ഇത് എന്തെങ്കിലും സംശയമുണ്ടോ ഇതിനെക്കുറിച്ച്? കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലനേഷന്? ഇത് വളരെ ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു. പ്രേക്ഷകർക്കും ഇത് വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ഈ വൈദികരും സന്യസ്തരും അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ സ്പൗസൽ മീനിങ് ഓഫ് ബോഡി പ്രാവർത്തികമാകുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം ഇതാണ്: ഈ സെലിബ്രേറ്റ്സ് അല്ലെങ്കിൽ വൈദികരെ, സന്യസ്തരെ, ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി പ്രാവർത്തികമാക്കുന്നത്? നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? നമ്മുടെ ശാരീരിക ഘടന വിവാഹ ബന്ധത്തിലേക്ക് നയിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, നമ്മളെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പ്രൈമറി വൊക്കേഷൻ എല്ലാ മനുഷ്യർക്കും ഉള്ളത് എന്താണ്? വിവാഹത്തിനുള്ള വൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വന്ന ഇതാണ്: അങ്ങനെയെങ്കിൽ ഈ സെലിബസി എടുത്തിരിക്കുന്നവർ വിവാഹം കഴിക്കാത്തവരെ കുറിച്ചുള്ള ചോദ്യമാണ്. നമുക്ക് സന്യസ്തരുടെ കാര്യം ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി. 2 വിവാഹത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. ഒന്ന് ഈ എർത്ത്ലി മാരേജ്, ഈ ലോകത്തിലെ വിവാഹം. 2 ഒരു സ്വർഗീയ വിവാഹം. അപ്പം നമ്മളെല്ലാവരും ഈ സ്വർഗീയ വിവാഹത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരാണ്. അതാണ് നമ്മളെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സ്വർഗീയ വിവാഹം എന്ന് പറയുന്നത്? ആർക്ക് പറയാൻ പറ്റും പെട്ടെന്ന്? എന്താണ് ഈ സ്വർഗീയ വിവാഹം എന്ന് പറയുന്നത്? ദൈവത്തോട് ഒന്നു ചേരുന്ന അവസ്ഥ. അതായത് മതബോധന ഗ്രന്ഥം 221 നമ്മളൊരു വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു എന്താണ് ഈ സ്വർഗീയമായിട്ടുള്ള ഈ ഒന്നു ചേരൽ. അവിടെ ഈ സ്നേഹത്തിൻ്റെ വലിയ എക്സ്ചേഞ്ച്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വലിയ ആ എക്സ്ചേഞ്ചിൽ, ആ പങ്കുവെക്കലിൽ നമ്മളും ഒന്നായി ചേരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഈ സ്വർഗീയ വിരുന്നിന് വേണ്ടി, സ്വർഗീയ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ ഏതാണ് ശരിക്കും റിയലായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ളത്? ഈ എർത്ത്ലി മാരേജും റിയലാണ്, ബട്ട് അത് പെർമനൻ്റ് അല്ല. അപ്പോൾ ഏതാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്? ഹെവൻലി മാരേജ്. അപ്പോൾ ഇത് ചോദ്യം തന്നെ പരീശന്മാരുടെ ആ കാലത്തും, യേശുവിൻ്റെ കാലത്തും പരീശന്മാർ ഈശോയുടെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും വിവാഹം കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നൊരു ഉത്തരം ഇതാണ്: പ്രത്യേക കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ
സെലിബ്രേറ്റ്സ് ആയിട്ട് അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രത്യേക കൃപ അവർക്ക് വേണം. അത് പ്രത്യേക കൃപയാൽ വിളിക്കപ്പെട്ട ഒരു പ്രത്യേക ദൗത്യം കൊടുത്ത് ഈ എർത്ത്ലി മാരേജ് അവർ സ്കിപ്പ് ചെയ്യുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ എർത്ത്ലി മാരേജ് സ്കിപ്പ് ചെയ്യുവാനുള്ള കൃപ കൊടുത്ത്? ഹെവൻലി മാരേജിനു വേണ്ടി തങ്ങളെ തന്നെ സ്വയം സമർപ്പിച്ച് തങ്ങളെയും മറ്റുള്ളവരെയും അവരെ ജീവിക്കുന്നതായ സാഹചര്യത്തിൽ അവരെ തന്നെ അവരുടെ ശരീരത്തെ സ്വയം ദാനമായി മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ ക്ലിയർ ആയോ? അത് വളരെ വ്യക്തമായോ? അത് ഓക്കെ. അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കാര്യം ഇപ്പോൾ പറഞ്ഞു. പക്ഷേ ഏകസ്ഥരായിട്ട് ജീവിക്കുന്ന പല കാരണങ്ങളാൽ ഒത്തിരി പേരുണ്ട്. ഓക്കെ, അവരുടെ കാര്യത്തെ പറ്റി എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഏകസ്ഥരായി ജീവിക്കുന്ന അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പം നമ്മളിവിടെ സെലിബ്രേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, അച്ഛന്മാർ, സന്യസ്തർ, വൈദികർ, സന്യസ്തർ. അപ്പോൾ അതുകൂടാതെ ഈ സിംഗിൾ ലൈഫ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് കത്തോലിക്ക സഭയുടെ ആ പ്രബോധനം അനുസരിച്ചുള്ള സ്റ്റാൻഡ് പറയുകയാണ്. അതായത് ഒരു പർപ്പസിന് വേണ്ടി, ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അവരൊരു പക്ഷേ ഒരു കോൺഗ്രിഗേഷനിൽ ചേരുന്നില്ല, അല്ലെങ്കിൽ അവരൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചേരുന്നില്ല, ഒരു വൈദികരാകുന്നില്ല, സിസ്റ്റേഴ്സ് ആകുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ സ്വയം തന്നെ ബലിയായി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ കോസ്. ഒന്നിൽ പലരെയും നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് പലരുടെയും കാര്യങ്ങൾ അറിയാം. ഡെസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അവരുടെ ജീവിതം സ്വയം അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ ഒരു പെർപ്പസോടുകൂടി അവർ സ്വയം ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി അവിടെയും എക്സ്പ്രസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് അവർ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എക്സ്പ്രസ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ അതിന് ഇനിയും? സാർ, അതുപോലെ ചില യുവാക്കള് മാതാപിതാക്കളുടെ മാതൃകാപരമല്ലാത്ത ജീവിതം കണ്ടിട്ട് ഓക്കെ ഇങ്ങനെയാണ് വിവാഹ ജീവിതമെങ്കിൽ വിവാഹം വേണ്ട എന്ന് വെച്ച് നിൽക്കുന്നവരുണ്ട്. ഓക്കെ, അവരുടെ കാര്യവും ഓക്കെ. അതും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു നമ്മൾ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. കാരണം പല കുഞ്ഞുങ്ങളും, അത് ഒരുപക്ഷെ ഞാൻ വിചാരിച്ചു അമേരിക്കയിലൊക്കെ ഉള്ളൂ കൂടുതലെന്ന്. ഇവിടെ ഇന്ത്യയിൽ വന്ന് പലരോടും സംസാരിക്കുമ്പോൾ ഇത് ഇന്ത്യയിലും വളരെ വ്യാപകമായിട്ട് പലരുടെയും ജീവിതത്തിൽ, കുടുംബങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ, യുവാക്കളെ അവർ 10-30 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു തിരിഞ്ഞ് നടക്കുക. അപ്പോൾ അതിൻ്റെ കാരണം ഫൈനലി വരുമ്പോൾ ഇതാണ് കാരണം പറയുന്നത്. എൻ്റെ അപ്പനും അമ്മയും ഒരു ദിവസം പോലും വിവാഹത്തിന് ശേഷം സന്തോഷമായി ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിനറിഞ്ഞുകൊണ്ട് ഈ ഒരു കുഴിയിൽ ചാടണം? പല യുവാക്കളും എന്നോട് പറയാറുള്ള ഒരു ഉത്തരമാണത് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാതാപിതാക്കളുടെ ദുർമാതൃകപരമായ ഒരു നടപടി കൊണ്ട് അവർക്ക് ജീവിതത്തിൽ അതിനെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് തെറ്റായ ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവരോട് പറയുന്നത്, ആ ഒരു കാരണം കൊണ്ട് അവർ വിവാഹം കഴിക്കാതെ അവരുടെ ജീവിതം മുഴുവനും അവർ ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യേക ലക്ഷ്യം നമുക്കിതിനു വേണ്ടി ആ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നതിന് വേണ്ടി ഇല്ല എങ്കിൽ വലിയ അർത്ഥമൊന്നും അതിൽ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ പ്രശ്നമെന്ന് പറയുന്ന വിവാഹത്തെക്കുറിച്ച് അവർക്കൊരു ബോധ്യമില്ല. കാരണം മാതാപിതാക്കൾ സാഹചര്യം കൊണ്ടോ അല്ലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അവർ ദുർമാതൃകപരമായൊരു ജീവിതമാണ് ഇവർക്ക് കാഴ്ചവെച്ചത്. അതിന് വേണ്ടത് വിവാഹം എന്താണ് എന്ന് ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്ന ഒരു സജഷൻ ഇതാണ്. നിങ്ങൾ വിവാഹം എന്താണ്, നമ്മുടെ ക്രിസ്തീയ വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ധാരാളം പഠനങ്ങളും നമ്മുടെ സഭയിലുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കുക. നമ്മുടെ തിയോളജി ഓഫ് ദ ബോഡി ഈ പഠന പരമ്പരയിൽ തന്നെ വിവാഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മൾ അടുത്തു വരുന്ന എപ്പിസോഡുകളിൽ പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ബോധ്യമായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യാസം വരും. നിങ്ങൾക്ക് നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രകാശം കിട്ടുന്നില്ല എങ്കിൽ ഈ സിംഗിൾസ് ലൈഫ് പോലെ നിങ്ങളുടെ ജീവിതം ഒരു സോഷ്യൽ കോസിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുമ്പോൾ അവിടെയും സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അതിനൊരു അർത്ഥം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈ എപ്പിസോഡിൻ്റെ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് നമ്മൾ പ്രധാനമായിട്ട് ഈ എപ്പിസോഡിൽ ആദ്യം നമ്മൾ കണ്ടത്? എന്താ? നമുക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത്
നമ്മൾ ആദ്യം പറഞ്ഞു സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി. പെട്ടെന്ന് ആർക്കാ പറയാൻ പറ്റുന്ന ഒറ്റ സെൻറ്റൻസിൽ എന്താണ് ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി? ആര്? നമ്മുടെ ശരീരത്തിന് സ്നേഹിക്കുവാനുള്ള കഴിവിനെയാണ് നമ്മുടെ ശരീരത്തിൽ സ്നേഹിക്കുവാനുള്ള ഒരു കഴിവ് ദൈവം സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ഈ കഴിവിനെയാണ് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. അതുപോലെ ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. സന്യസ്തർ എങ്ങനെയാണ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവർ എങ്ങനെയാണ് ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എക്സ്പ്രസ് ചെയ്യുന്നത്? ആര് പറയാം? അവർക്ക് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് അനുസൃതമായി സ്വയം ദാനമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. വെരി ഗുഡ്. അത് വളരെ ശരിയാണ്. അവർ ഉൾക്കൊള്ളുന്നതായ സമൂഹത്തിൽ അവരുടെ ശരീരം, അവരുടെ കഴിവുകൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് അവർ മറ്റുള്ളവർക്ക് സ്വയം ദാനമായി സമർപ്പിക്കുമ്പോഴേ ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി അവരുടെ ജീവിതത്തിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, അവർ ഈ എർത്തലി മാരേജ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ട് അവർ ഡയറക്റ്റായിട്ട് ഹെവൻലി മാരേജിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഈ ലോകത്തിൽ വളരെ ശക്തമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇനി അടുത്ത പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഏകസ്ഥരുടെ കാര്യം പറഞ്ഞു. അവരും ഒരു പർപ്പസോടുകൂടി അവരുടെ ജീവിതത്തെ ഒരു സോഷ്യൽ കോസ് ആകാം, അല്ല ഏതെങ്കിലും സമൂഹത്തിന് സ്വയം ദാനമായി നൽകുവാൻ പറ്റുന്ന ഒരു രീതിയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എക്സ്പ്രസ് ചെയ്തു. പിന്നീട് ഇവിടെ ടീച്ചർ ചോദിച്ചു വിവാഹം വേണ്ട എന്ന് കരുതുന്ന ആളുകളെക്കുറിച്ച്. നമ്മളത് പറഞ്ഞു. അവർ വിവാഹത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന് വേണ്ടി അവർ പരിശ്രമിക്കണം. ആ കാഴ്ചപ്പാട് കിട്ടുമ്പോൾ അവരുടെ ആ പ്രശ്നങ്ങൾ മാറിപ്പോയില്ലെങ്കിൽ ഈ ഏകസ്ഥരുടെ പോലെ അവർക്കും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദാനമായി സമർപ്പിക്കും. സമൂഹത്തിന് വേണ്ടി, ഒരു കോസിന് വേണ്ടി അവിടെയും ഈ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ മനസ്സിലാക്കി. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് എപ്പിസോഡ്, ഗുഡ് ബൈ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫ്രെയിം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു ഫ്രെയിം എന്താണ്? നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വെറും റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ അല്ലെ പ്രൊഹിബിഷൻ്റെ ഒരു ലോങ് ലിസ്റ്റാണോ? എന്താണ് യഥാർത്ഥമായിട്ട് നമ്മുടെ അന്തസത്ത? അപ്പോൾ തുടങ്ങിയ അനേകം ചോദ്യങ്ങളുമായിട്ട് അടുത്ത TOB പഠന പരമ്പര നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുക. എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫ്രെയിം? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈസ് ഇറ്റ് എ റിലിജ്യൻ ഓഫ് ലോങ്ങിങ് ഓർ ഓൺലി ലോസ് ആൻഡ് റെഗുലേഷൻസ്? അത് നമ്മൾ കാണുന്നത് വരെ കാത്തിരിക്കുക. John Paul II's Theology of the Body.